3 വർഷത്തിനു ശേഷം വിദേശത്തു നിന്നും തിരിച്ചെത്തിയ വികാസ് നേരെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. എന്നാൽ അവിടുത്തെ വെയ്റ്റ്രസിൻ്റെ മുഖം കണ്ട് അവൻ്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതായി തോന്നി. അവൾ മറ്റാരുമല്ല, 3 വർഷം മുൻപ് വിവാഹം കഴിച്ച തൻ്റെ ഭാര്യ സിയയാണ്. എന്തുകൊണ്ടാണ് സിയ ഹോട്ടലിൽ ജോലി ചെയ്യാൻ നിർബന്ധിതയായത്? വികാസ് തൻ്റെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുമോ? തകർന്ന ബന്ധം വീണ്ടും ശരിയാകുമോ? വിശ്വാസം, ബന്ധം, കുടുംബം, ത്യാഗം, യഥാർത്ഥ സ്നേഹം എന്നിവയുടെ ഒരു ഹൃദയസ്പർശിയായ കഥ എന്താകുമെന്നറിയാൻ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബീഹാറിലെ പാറ്റ്ന ജയപ്രകാശ് നാരായണൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്ത് ആളുകൾ ഒരുപാട് കൂടി നിൽക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ യാത്രയാക്കാനും തിരികെ വിളിച്ചുകൊണ്ടുവരുവാനുമായി ആൾക്കാർ കൂട്ടമായി നിൽക്കുന്നു. ഇവർക്കിടയിലൂടെ ഒരു ചെറുപ്പക്കാരൻ പേര് വികാസ് 3 വർഷത്തിനു ശേഷം ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറങ്ങി. വിദേശത്ത് നിന്ന് വന്നതിൻ്റെ ഒരു തിളക്കം മുഖത്തുണ്ടായിരുന്നു. എന്നാൽ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. അവൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ കയ്യിലെടുത്തു. തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് മിസ് കാൾ വന്നു കണ്ടു. ആരെയും തിരികെ വിളിക്കാതെ ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിൽ തന്നെ ഇട്ടു. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ അടുത്തേക്ക് വന്നു. സാർ, എവിടെയാണ് പോകേണ്ടത്? ഞാൻ കൊണ്ടാക്കിത്തരാം. വികാസ് വാച്ചിൽ നോക്കി. ഇപ്പോൾ സമയം 1:10. ഭക്ഷണം കഴിക്കാനായി എന്നെ ഏതെങ്കിലും നല്ല ഒരു ഹോട്ടലിൽ കൊണ്ടാക്കൂ. ടാക്സി ഡ്രൈവർ അതിശയത്തോടെ ചോദിച്ചു. അപ്പോൾ താങ്കൾക്ക് വീട്ടിൽ പോണ്ടേ? കാർ മുന്നോട്ട് പോയപ്പോൾ വികാസിൻ്റെ മനസ്സ് പുറകോട്ട് തൻ്റെ ഭൂതകാലത്തിലേക്ക് തിരികെ പോയി. ഓർമ്മകൾ അവനെ നേരെ പാറ്റ്ന ജില്ലയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഭക്തിയാർപൂരിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ രാംപുരയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് അവൻ്റെ വീട്. വികാസ്, തൻ്റെ അച്ഛൻ ഹരിനാരായൺ സിംഗ്, അമ്മ രാധാദേവി, ഇളയ സഹോദരി സോനം, നവവധു സിയ എന്നിവരാണ് രാംപുര ഗ്രാമത്തിൽ താമസിക്കുന്നത്. വികാസ്, സിയ വിവാഹിതരായിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. സിയയുടെ സ്വഭാവം വളരെ നല്ലതായിരുന്നു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവൾ അവിടെയുള്ളവരുടെ മുഴുവൻ സ്നേഹവും കൊണ്ട് കീഴടക്കി. ആദ്യം ഉറക്കമുണരുന്നത് സിയയായിരിക്കും. എല്ലാവരോടും എപ്പോഴും പുഞ്ചിരിയോടെ സംസാരിക്കും. ഗ്രാമത്തിലെ മറ്റു സ്ത്രീകൾ അവളെ പ്രശംസിക്കും. വികാസ്, സിയ ദമ്പതികളുടേത് ഒരു ഭാര്യാഭർത്തൃ ബന്ധം അല്ലായിരുന്നു. പകരം 2 നല്ല കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം പോലെ ആയിരുന്നു. വികാസ് ജോലി കഴിഞ്ഞ് വന്നാൽ അവർ രണ്ടുപേരും കൂടി തങ്ങളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഈ സന്തോഷങ്ങൾക്കിടയിൽ അവർ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൃഷി നടത്താൻ വേണ്ടി വീടും സ്ഥലവും പണയം വെച്ചതും പിന്നെ ഇളയ സഹോദരി സോനത്തിൻ്റെ വിവാഹം, ഇതെല്ലാം ഒരു ബാധ്യതയായി ഉണ്ടായിരുന്നു. ഒടുവിൽ വികാസ് ഒരു 3 വർഷത്തേക്ക് ഗൾഫിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ഈ ബാധ്യതകളൊക്കെ തീർക്കണം എന്ന് മനസ്സിലുറപ്പിച്ചു. പക്ഷേ സിയ ആദ്യമൊന്നും ഇത് സമ്മതിച്ചിരുന്നില്ല. പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒരു 3 വർഷത്തേക്ക് സമ്മതിച്ചു. അങ്ങനെ വിസയും ടിക്കറ്റും വന്നു. പോകേണ്ട ദിവസം അടുത്തു. സിയ പറഞ്ഞ് കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, ശരീരം ശ്രദ്ധിക്കണം. എന്നെ ഒരിക്കലും അവിശ്വസിക്കരുത്. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസത്തിന് ഒരുപാട് വിലയുണ്ടെന്ന് അന്ന് അവർക്കറിയില്ലായിരുന്നു. ദുബായിലെത്തിയ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വളരെ നല്ലതായിരുന്നു. ആഴ്ചതോറും വീട്ടിൽ ഫോൺ ചെയ്യും. സിയയ്ക്ക് ഫോണില്ലാത്തതുകൊണ്ട് രാധാദേവിയുടെ ഫോണിലേക്കാണ് വിളിക്കുക. സിയയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വികാസിന് അവൾ വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും വീട്ടിലെ അവസ്ഥ മാറിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സിയ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമ്മ എന്നെ വഴക്കു പറയുന്നു. ഞാൻ ഒന്നിനും അങ്ങോട്ട് പോകുന്നില്ല. വികാസ് പറഞ്ഞു, വയസ്സായ അമ്മയല്ലേ, കുറച്ച് ക്ഷമിക്കൂ, എല്ലാം ശരിയാകും. അന്ന് വൈകുന്നേരം അമ്മ വിളിച്ചു, മോനെ, നീ പോയതിനു ശേഷം നിന്റെ ഭാര്യയുടെ സ്വഭാവം ആകെ മാറി. ഈ ഗ്രാമത്തിലെ ആളുകൾ പോലും പലതും പറയുന്നുണ്ട്. നീ അവളോടൊന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വികാസിന് ഷോക്കേറ്റതുപോലെയായി. അവൻ അമ്മയോട് അങ്ങനെയൊന്നുമില്ല, അമ്മയ്ക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും വികാസിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു സംശയത്തിൻ്റെ തീപ്പൊരി പാറി വീണിരുന്നു. അന്നു രാത്രി വികാസിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഒരു വശത്ത് ഭാര്യ പറഞ്ഞത്, മറുവശത്ത് അമ്മ പറഞ്ഞ കാര്യം. സത്യമേതാണ്? അടുത്ത കുറച്ച് ദിവസങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തും വ്യത്യസ്ത കാര്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ സംശയം കൂടിക്കൊണ്ടിരുന്നു. ഇതിൽ സത്യം ആരുടെ ഭാഗത്താണ്? പിന്നീട് വികാസ് കുറച്ചുനാൾ ഫോൺ എടുക്കാതിരുന്നു. സിയ ദിവസവും വിളിക്കും. പക്ഷേ വികാസ് ഫോൺ എടുത്തതുമില്ല, തിരികെ വിളിച്ചതുമില്ല. എന്തായാലും ആരോടും പറയാതെ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. സിയ നിരപരാധിയാണെങ്കിൽ താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവളെ വിഷമിപ്പിക്കും. ഒരു ദിവസം സിയ തൻ്റെ ഒരു ബന്ധുവിൻ്റെ ഫോൺ വാങ്ങി വികാസിന് ഒരു മെസ്സേജ് അയച്ചു. അവൾ പറഞ്ഞു, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി.
ഞാൻ ഒരിക്കലും നിനക്ക് ശല്യമാകില്ല. വികാസ് ഈ മെസ്സേജ് കണ്ടു, പക്ഷെ തിരികെ മറുപടി കൊടുത്തില്ല. രാധാദേവി മകനോട് പറഞ്ഞു, മോനെ, അവളുടെ പോക്ക് അത്ര ശരിയല്ല. നാട്ടുകാരെല്ലാം കുറ്റം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അവൾ സിയയെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തി. ചില സമയത്ത് ജോലിയെല്ലാം ചെയ്യിപ്പിച്ചിട്ട് ആഹാരം കൊടുക്കാതെയായി. വികാസിൻ്റെ അച്ഛൻ ഹരിനാരായൺ സിംഗ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ഭാര്യയ്ക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സിയ ഇതെല്ലാം സഹിച്ചുകൊണ്ടിരുന്നത് വികാസ് തിരിച്ചു വരുമ്പോൾ സത്യമെല്ലാം തിരിച്ചറിയും എന്ന വിശ്വാസത്തിലായിരുന്നു. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ കൂടി വന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം രാവിലെ രാധാദേവി സിയയുടെ സാധനങ്ങൾ വലിച്ചു വാരി മുറ്റത്തേക്കെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി നിനക്ക് താമസിക്കാൻ ഇവിടെ സ്ഥലമില്ല, ഇറങ്ങിപ്പോയിക്കോളണം. സിയ കരഞ്ഞുകൊണ്ട് തൊഴുതു പറഞ്ഞു, അമ്മേ, എന്നെ ഇറക്കി വിടാനുള്ള തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വികാസ് വരുന്നത് വരെ എന്നെ ഇവിടെ നിർത്തണം. അതിനുശേഷം ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. പക്ഷേ രാധാദേവി സമ്മതിച്ചില്ല. അയൽവാസികൾ എന്തോ വലിയ തമാശ കാണുന്നത് പോലെ ചുറ്റും കൂടി നിന്നു. ഒരാൾ പോലും മുന്നോട്ട് വന്ന് ചോദിച്ചില്ല. സിയ പതുക്കെ തൻ്റെ വീട്ടിലേക്ക് പോയി. സിയയുടെ അച്ഛനും അമ്മയും നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. അവിടെ ഇപ്പോൾ തൻ്റെ മൂത്ത സഹോദരൻ രവിയും ഭാര്യ സുനിതയുമാണ് താമസിക്കുന്നത്. സിയ വാതിലിൽ മുട്ടിയപ്പോൾ സഹോദരൻ വന്നു വാതിൽ തുറന്നു. സിയയാണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്തെ സന്തോഷം മാഞ്ഞു. അയാൾ സിയ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, സിയ, നീ കള്ളം പറയുന്നതല്ല എന്നെനിക്കറിയാം. പക്ഷേ ഈ ചെറിയ വീട്ടിൽ ഞാനും എൻ്റെ 4 മക്കളും ഭാര്യയും താമസിക്കുകയാണ്. അതിൻ്റെ കൂടെ നീയും കൂടി വന്നാൽ എവിടെ താമസിക്കും? ഇത് കേട്ടപ്പോൾ സിയയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. അപ്പോൾ അവൾ ചിന്തിച്ചത്, എനിക്ക് സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. അടുത്ത ദിവസം തന്നെ സിയ പാറ്റ്നയിലേക്ക് പോയി. അവളുടെ കയ്യിൽ കുറച്ച് പൈസയും ചെറിയ ഒരു ബാഗും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾ ആദ്യം അന്വേഷിച്ചത് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ടോ എന്നാണ്. എന്നാൽ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി വന്ന് ജോലി ചോദിച്ചത് കൊണ്ട് തന്നെ ആരും അവൾക്ക് ജോലി കൊടുക്കാൻ തയ്യാറായില്ല. അവൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ഏകദേശം 50 വയസ്സുള്ള സരോജം എന്ന ഒരു സ്ത്രീ അവളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ ജോലി അന്വേഷിച്ച് നടക്കുകയാണോ? സരോജം ചോദിച്ചു. സിയ പെട്ടെന്ന് തന്നെ അതെ എന്ന് പറഞ്ഞു. സരോജം അവളെ ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു വലിയ ഹോട്ടലായിരുന്നു അത്. ആളുകൾ അവിടെ വന്നുകൊണ്ടും പോയിക്കൊണ്ടുമിരുന്നു. മാനേജർ സിയയോട് പറഞ്ഞു, പാചകത്തിന് ആളെ ആവശ്യമുണ്ട്. അതല്ലാതെ റിസപ്ഷനിലും ആൾ വേണം. നിനക്ക് എവിടെ വേണം? നിന്റെ ഇഷ്ടമാണ്. സിയ പെട്ടെന്ന് തന്നെ പറഞ്ഞു, എനിക്ക് അടുക്കള ജോലി മതി. അടുത്ത ദിവസം തന്നെ സിയ ജോലിയിൽ പ്രവേശിച്ചു. അവൾക്കപ്പോഴറിയില്ലായിരുന്നു വിധി അവളെ എവിടെ എത്തിക്കുമെന്ന്. അവൾ എല്ലാ ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിച്ചു. അതേസമയം വികാസിൻ്റെ അമ്മ ഒരു നാടകം കൂടി കളിച്ചു. വികാസിനെ ഫോൺ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ ഭാര്യ അവൾ, ആ അഹങ്കാരി, ഇന്ന് രാവിലെ ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി. അവളെ ഇനി നീ അന്വേഷിക്കണ്ട. ഈ ഗ്രാമത്തിലുള്ളവർ മുഴുവനും ഇത് കേട്ട് വിഷമിച്ചു നിൽക്കുകയാണ്. ഇത് കേട്ടതോടെ വികാസിൻ്റെ കൈയും കാലും തളർന്നതുപോലെ തോന്നി. കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, അവൾ അങ്ങനെ ചെയ്തെങ്കിൽ ഇനി ഞാനും അവളുമായി യാതൊരു ബന്ധവുമില്ല. അന്നു മുതൽ അവൻ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചു. ഓവർ ടൈം ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവധിയെടുത്തില്ല. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. 3 വർഷം കൊണ്ട് അവൻ ഒരുപാട് പണം സമ്പാദിച്ചു. വീടിൻ്റെ ബാധ്യതകളൊക്കെ തീർത്തു. അനിയത്തിയുടെ വിവാഹം ആർഭാടത്തോടെ നടത്തി. 3 വർഷം പൂർത്തിയായപ്പോൾ നാട്ടിൽ പോകാൻ റെഡിയായി. അങ്ങനെ വികാസ് അങ്ങനെയാണ് ഹോട്ടലിലെത്തി രാത്രി തങ്ങാൻ തീരുമാനിച്ചത്. ഹോട്ടലിലെത്തി റിസപ്ഷനിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം വികാസ് ഒന്നും മിണ്ടാതെ റൂമിൽ പോയി. യാത്രാക്ഷീണം വല്ലാതെയുണ്ടായിരുന്നു വികാസിന്. എന്നാൽ ഉറക്കം വന്നതുമില്ല. അവൻ ജനലിൽ കൂടി റോഡിൽ വെറുതെ നോക്കി നിന്നു. ഈ പട്ടണം ഒരു കാലത്ത് തൻ്റെ സ്വപ്നമായിരുന്നു. സമയം കഴിഞ്ഞപ്പോൾ ഇൻ്റർകോമിലൂടെ റിസപ്ഷനിൽ നിന്ന് ഫുഡ് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. വികാസ് യെസ് എന്ന് മറുപടി പറഞ്ഞു. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോറിൽ മുട്ടുകേട്ടു. അകത്തേക്ക് വരാൻ പറഞ്ഞു. ഒരു സ്ത്രീ ട്രോളി ഉരുട്ടി അകത്തേക്ക് വന്നു. അവർ മുഖത്തേക്ക് നോക്കാതെ ആഹാരം പ്ലേറ്റിൽ എടുത്തു വച്ചു. വികാസ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ നിലത്തേക്ക് വീണു. ശബ്ദം കേട്ട് വികാസ് തല ഉയർത്തി നോക്കി. അടുത്തു നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ വികാസിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ താഴെ വീണു. രണ്ടുപേരും പരസ്പരം കണ്ടു. റൂമിൽ കുറച്ചു നേരത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല. ആ സ്ത്രീ മറ്റാരുമായിരുന്നില്ല, സിയ ആയിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അവർ പരസ്പരം കണ്ടു. സിയയുടെ മുഖത്ത് പഴയതുപോലെ തിളക്കമില്ലായിരുന്നു. കണ്ണിനു താഴെ കറുപ്പ് പടർന്നിരുന്നു. കൈകൾ ജോലി ചെയ്ത് വിണ്ടുകീറിയിരുന്നു. വികാസ് അത്ഭുതത്തോടെ പതുക്കെ വിളിച്ചു, സിയ. സിയ മനസ്സിലായതായി ഭാവിക്കാതെ വിളിച്ചു, സാർ.
താങ്കളുടെ ആഹാരം റെഡിയായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. വികാസ് പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നിൽക്കൂ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? സിയ വികാസിൻ്റെ കൈകൾ എടുത്തു മാറ്റിയിട്ട് പറഞ്ഞു. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. വികാസ് അവളുടെ പിറകെ റൂമിൽ നിന്ന് വെളിയിൽ വന്നു. ഹോട്ടലിൻ്റെ നീളൻ വരാന്തയിൽ കൂടി സിയ നടന്നു. വികാസ് വീണ്ടും വീണ്ടും വിളിച്ചു. അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒടുവിൽ സ്റ്റെയർ കേസിൻ്റെ അവിടെ അവൾ നിന്നു. എന്നിട്ട് വികാസിൻ്റെ നേരെ തിരിഞ്ഞു. 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ വരില്ലായിരുന്നു. വികാസിന് അതിന് മറുപടിയില്ലായിരുന്നു. അവൻ ഇത്രമാത്രം പറഞ്ഞു. അമ്മ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയാം. നിന്റെ ഭാഗത്തെ സത്യവും കൂടി എനിക്കറിയണമായിരുന്നു. സിയയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. അവൾ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിരുന്നു എങ്കിൽ എനിക്കിപ്പോൾ നിന്റെ മുൻപിൽ ഇതുപോലെ നിന്ന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. നീ ഒരിക്കൽ പോലും ഈ കേട്ടതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിൻ്റെ മാനേജർ അവിടേക്ക് വന്നു. രണ്ടുപേരെയും നോക്കിയിട്ട് ചോദിച്ചു, എല്ലാം ഓക്കെ അല്ലേ? പെട്ടെന്ന് സിയ തൻ്റെ കണ്ണുകൾ തുടച്ചിട്ട് പറഞ്ഞു, അതെ സാർ, എല്ലാം ഓക്കെയാണ്. ഇത് പറഞ്ഞിട്ട് സിയ അവിടെ നിന്നും പോയി. വികാസ് അവിടെ തന്നെ നിന്നു. അവന് മനസ്സിലായി, താൻ ആരെയാണോ അവിശ്വസിച്ചിരുന്നത് അവൾ സത്യമുള്ളവളാണ്. അവൻ അപ്പോൾ തീരുമാനിച്ചു, എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷമേ താൻ ഇനി പറ്റ്നയിൽ നിന്ന് പോവുകയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ വികാസ് ഹോട്ടലിൻ്റെ ലോബിയിൽ ഇരുന്നു വാതിൽക്കൽ നോക്കിക്കൊണ്ടിരുന്നു. ഏകദേശം 9 മണിയോടെ സിയ ഡ്യൂട്ടിക്കെത്തി. അവൾ വികാസിനെ കണ്ടു. എന്നാൽ കാണാത്തതുപോലെ മുന്നോട്ട് നടന്നു. വികാസ് അവളുടെ പിറകെ പോയില്ല. അവൾ പറയുന്നത് എപ്പോഴെങ്കിലും കേൾക്കണം. ഉച്ചയ്ക്ക് ശേഷം സിയ ഡ്യൂട്ടിക്ക് എത്തിയപ്പോൾ വീണ്ടും വികാസ് കണ്ടു. പക്ഷേ അപ്പോൾ അവൻ പറഞ്ഞു, സിയ, നിനക്ക് എൻ്റെ കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരവസരം കൂടി തരാം. അതിനുശേഷം നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ശല്യം ചെയ്യാൻ ഞാൻ വരില്ല. ഇത് കേട്ടപ്പോൾ സിയ ഒന്ന് നിന്നു. വൈകിട്ട് 7 മണിക്ക് ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിയും. അതിനുശേഷം ഗംഗാഘട്ടിൽ വച്ചു കാണാം. അവിടെ വച്ച് എല്ലാം പറയാം. വൈകിട്ട് 7 മണിക്ക് രണ്ടുപേരും ഗാന്ധിഘട്ടിൽ വച്ചു കണ്ടു. ഗംഗാനദി ശാന്തമായി. പക്ഷേ അവർ രണ്ടുപേരുടെയും മനസ്സിൽ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിയ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വികാസിനോട് പറഞ്ഞു. വികാസ് വിദേശത്ത് പോയ കുറച്ച് മാസങ്ങൾക്കു ശേഷം അമ്മ എല്ലാ കാര്യങ്ങളിലും വഴക്ക് പറയാൻ തുടങ്ങി. അവിടെയുള്ള നാട്ടുകാരുടെ മുൻപിൽ പലപ്പോഴും തന്നെ അപമാനിച്ചു. ഒരു ദിവസം ഇല്ലാത്ത കാര്യം പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. എന്നാൽ അവിടെയും എനിക്ക് ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റിയില്ല. പിന്നെ പാറ്റ്നയിൽ വന്ന് ജോലി അന്വേഷിച്ചു. ഒടുവിൽ ഇത് കിട്ടി. ഒരു ദിവസം നീ എന്നെ വിളിച്ച് സത്യം അന്വേഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം പോലും എന്നെ വിളിച്ചില്ല. സിയയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും വികാസിൻ്റെ തല കുനിഞ്ഞു തന്നെയിരുന്നു. തൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഓരോ തെറ്റുകളും മനസ്സിൽ തെളിഞ്ഞു വന്നു. സിയ തുടർന്നു, ഞാൻ ഒരിക്കലും നിന്നെ വഞ്ചിച്ചിട്ടില്ല. അങ്ങനെ വഞ്ചിച്ചിരുന്നു എങ്കിൽ നിന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. പിറ്റേ ദിവസം മുതൽ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവൾ തൻ്റെ ബാഗ് തുറന്ന് ചെറിയ ഒരു ഫയൽ എടുത്ത് അതിൽ നിന്നും പഴയ ഒരു ഡയറി എടുത്തു. അത് തുറന്നു വികാസിൻ്റെ കയ്യിൽ കൊടുത്തു. വികാസ് അത് മറിച്ചു നോക്കി. എല്ലാ പേജിലും ഒരേ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വികാസ് സത്യങ്ങൾ അറിഞ്ഞ് എന്നെ വിളിക്കാൻ വരും. എനിക്ക് വിശ്വാസമുണ്ട്. വികാസ് ഡയറി മറക്കി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ അല്ല, എൻ്റെ വിശ്വാസത്തെയാണ് ഞാൻ വിശ്വസിക്കാതിരുന്നത്. എനിക്ക് ഈ അപൂർണമായ സത്യം കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഗ്രാമത്തിൽ പോകേണ്ട കാര്യമില്ല. അന്ന് രാത്രി വികാസ് ഹോട്ടലിൽ തിരികെ എത്തി. അന്ന് രാത്രി അവൻ തൻ്റെ ഗ്രാമത്തിലെ വീട്ടിനടുത്തുള്ള റാംബാബു ചാച്ചയെ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തു. ഉടനെ, മോനെ വികാസെ, സുഖമാണോ എന്ന് ചോദിച്ചതിന് ശേഷം വികാസ് സിയയെക്കുറിച്ച് ചോദിച്ചു. മോനെ, നീ ഇപ്പോഴാണോ ഇത് അന്വേഷിക്കുന്നത്? നിന്റെ ഭാര്യ നിരപരാധിയാണ്. ഈ നാട്ടുകാർക്കെല്ലാം അതറിയാം. പക്ഷേ നിന്റെ അമ്മയെ പേടിച്ച് ആരും ഒന്നും പറയില്ല. അന്ന് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആ ദിവസം സിയ മണിക്കൂറുകളോളം വീടിൻ്റെ വാതിൽക്കൽ ഇരുന്ന് കരഞ്ഞു. പക്ഷേ നിന്റെ അമ്മ വാതിൽ തുറന്നു കൊടുത്തില്ല. ഇതെല്ലാം കേട്ട വികാസിന് താൻ ചെയ്തത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായി. അന്ന് രാത്രി വികാസ് തൻ്റെ വീട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ആ സമയം റിസപ്ഷനിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു. സാർ, താങ്കളുടെ വീട്ടിൽ നിന്ന് അച്ഛൻ സീരിയസ് ആയി കിടക്കുന്നു, ഉടൻ തന്നെ എത്തണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരിക്കുന്നു. വികാസ് ഉടൻ തന്നെ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോഴും 2 കാര്യങ്ങൾ മനസ്സിൽ കിടക്കുകയായിരുന്നു. അച്ഛൻ്റെ ആരോഗ്യം, മറ്റൊന്ന് സിയയുടെ അപൂർണമായ സത്യം. വികാസ് സിയയോട്, സിയ, ഞാൻ നാട്ടിൽ പോകുന്നു. അച്ഛന് സുഖമില്ല. എൻ്റെ കൂടെ നീയും വരണം. സിയ പറഞ്ഞു, എന്നെ അപമാനിച്ചിറക്കി വിട്ട ആ വീട്ടിൽ ഇനി ഞാൻ വരില്ല. വികാസ് ആദ്യമായി സിയയോട് തൊഴുതുകൊണ്ട് പറഞ്ഞു, സിയ, തെറ്റ് ചെയ്തത് അമ്മ മാത്രമല്ല,
ഞാനും തെറ്റ് ചെയ്തു. എനിക്ക് മാപ്പ് തന്നു എങ്കിൽ നീ എൻ്റെ കൂടെ വരണം. അതല്ല എങ്കിൽ നീ എൻ്റെ കൂടെ ഒരിക്കലും ക്ഷമിച്ചില്ല എന്ന് കരുതിക്കോളാം. അവൾ വികാസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ അവൾക്ക് ആ പഴയ വികാസിനെ കാണാൻ കഴിഞ്ഞു. അവൾ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ അല്ല വരുന്നത്, സത്യത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് വരാം. അവർ രണ്ടുപേരും പാറ്റ്നയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോയി. വഴിയിൽ വെച്ച് അവർ ഒന്നും സംസാരിച്ചില്ല. അവർ ഗ്രാമത്തിലെ വീട്ടിലെത്തി. അവിടെ എല്ലാവരും വിദേശത്ത് നിന്നെത്തിയ വികാസിനെ കാണുവാനെത്തി. വികാസിൻ്റെ കൂടെ സിയയെ കണ്ട് അവിടെ കൂടിയവർ അതിശയിച്ചു. രാധാദേവിയുടെ മുഖം ഇരുണ്ടു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഹരിനാരായൺ സിംഗ് അകത്ത് കിടക്കുകയായിരുന്നു. അച്ഛാ എന്ന് വിളിച്ച് അദ്ദേഹം വികാസ് കയ്യിൽ പിടിച്ചു. അദ്ദേഹം കണ്ണു തുറന്നു വികാസിനെ നോക്കി. എന്നിട്ട് അവൻ്റെ കൈകളിൽ ഇറുക്കെ പിടിച്ചിട്ട് ചോദിച്ചു, മോനെ, ഞാൻ ഏറ്റവും വലിയ പാപിയാണ്. സിയ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെനിക്കറിയാം. പക്ഷേ എനിക്ക് നിൻ്റെ അമ്മയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് നിരപരാധിയായ ആ പെൺകുട്ടി എല്ലാവരുടെയും മുൻപിലും കുറ്റക്കാരിയായി. ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ല എങ്കിൽ മരിച്ചാൽ പോലും എനിക്ക് മോക്ഷം കിട്ടില്ല. അയൽക്കാരെല്ലാവരും ഇത് കേട്ടിട്ട് മൂക്കത്തു വിരൽ വച്ചു. രാധാദേവിയാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ നിന്ന് അവരെ വെറുപ്പിച്ചത്. ഇത് കേട്ട വികാസ് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിങ്ങൾ ഒരാൾ നശിപ്പിച്ചത് സിയയുടെ ജീവിതം മാത്രമല്ല, നിങ്ങളുടെ മകൻ്റേത് കൂടിയാണ്. ശാരദാദേവിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അവർ സിയയുടെ അടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് തൊഴുതു പറഞ്ഞു, മോളെ സിയ, അമ്മയ്ക്ക് മാപ്പ് തരണം. അമ്മയുടെ അഹങ്കാരം കൊണ്ട് അമ്മ നിന്നെ പറഞ്ഞതിന് മോൾ എന്നോട് ക്ഷമിക്കണം. സിയ പറഞ്ഞു, മാപ്പ് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞുപോയ സമയം തിരികെ വരില്ല. ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞു കിടന്ന ആ രാത്രികളുടെ വേദന ആരും മനസ്സിലാക്കിയില്ല. പക്ഷേ ഞാൻ വെറുപ്പ് വച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ രാധാദേവിയുടെ കൈകൾ താഴ്ത്തി. അപ്പോൾ വികാസ് എഴുന്നേറ്റ് പറഞ്ഞു, ഈ ഒരു പ്രാവശ്യത്തേക്ക് എൻ്റെ ഭാര്യയ്ക്കേറ്റ അഭിമാനം ഞാൻ ക്ഷമിച്ചു. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ ഞാൻ ഈ വീട് വിട്ടു പോകും.